പിന്നെ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, അതായത് ഭയങ്കര ത്രില്ലറായിട്ട് തോന്നത്തില്ല. പക്ഷെ ഇതിനകത്തുള്ള ഓരോ മൊമെന്റ്സും നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അരിച്ചു കയറുന്ന കണക്ക് തോന്നും. കാരണം അത് ആ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ്. മമ്മൂട്ടി ആസ് ആൻ ആക്ടർ അദ്ദേഹം ഇനിയും ഒരുപാട് ഇവോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ഒരു ബന്ധവും തോന്നിയില്ല. പണ്ട് അദ്ദേഹം ഇതുപോലെ വില്ലനായിട്ടുള്ള ക്യാരക്ടർ ആ സിനിമ ഓർക്കുന്നില്ല, ഇതൊന്നും ഗംഭീരമായിട്ടുള്ള ഒരു വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു സൈക്കോ മാനിയക്. തുടക്കത്തിൽ അദ്ദേഹം ആ ക്യാരക്ടറിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതിൽ നിന്ന് തന്നെ ആ ഒരു ഭാഷാ ശൈലി, ഒരു തിരുവനന്തപുരം സ്ലാങ് ആണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഓരോരോ മൈക്രോ എക്സ്പ്രഷൻസും ആ ഒരു ബിഹേവിയറും ഒക്കെ കാണുമ്പോൾ തന്നെ അരിച്ചു കയറിയതാണ് ശരീരത്തെ ആ ഒരു കഥാപാത്രത്തിനോടുള്ളൊരു വെറുപ്പ്. കഥാപാത്രത്തിനോട് അതാണ് അഭിനയത്തിന്റെ ഒരു പാരമ്യതയിലെത്തുക എന്ന് പറയുന്നതാണ്. അത് അഭിനയിച്ച ആ കഥാപാത്രത്തിനെ നമ്മൾ എത്രത്തോളം ഹെയ്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ ആ ഒരു എനിക്ക് ശരിക്കും ഞാൻ അരിച്ചു കയറുമായിരുന്നു. അപ്പോൾ ആ തുടക്കം മുതൽ ആ ക്യാരക്ടറിനെ കണ്ട് ഇതാണല്ലോ ആള്, ഈ മനുഷ്യനാണല്ലോ നമ്മൾ ഈ ത്രൂ ഔട്ട് സിനിമയിൽ കാണാനിരിക്കുന്നതെന്ന്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്രിമിനലിസത്തിന്റെ ഓരോരോ ഭാവങ്ങളെല്ലാം ഇങ്ങനെ അൺലോക്ക് ചെയ്ത് പോവുകയാണ്. അത്രയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം നെക്ക് കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള വിനായകനും ചെയ്തിട്ടുണ്ട്. വിനായകന്റെ ക്യാരക്ടറും വളരെ മീറ്റർ പിടിച്ചാണ് ആ ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കൊരു റിയൽ റോ പോലീസ് ഓഫീസറായിട്ട് തന്നെ തോന്നും. ഒട്ടും ഒരു അഭിനയോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. വളരെ റോ ആയിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടെ ജിബിൻ ഗോപിനാഥും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ആക്ടറാണ്.